അസ്സലാമലൈക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിനെ നിഷേധിക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആദം നബിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, ഈ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് നമ്മൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെ പറ്റിയിട്ട്. അധ്യായം 20 സൂറ തോഹയിൽ 122 പറയുന്നുണ്ട്. അനന്തരം അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു. എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം, അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോവുകയില്ല, കഷ്ടപ്പെടുകയില്ല. എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, നീ എന്തിനാണ് എന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നില്ലേ? അള്ളാഹു പറയും, അങ്ങനെ തന്നെ ആകുന്നു. നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുകയുണ്ടായി, എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു. അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു. അള്ളാന്റെ ദൃഷ്ടാന്തം വരുമ്പോൾ അത് കേട്ടിട്ടില്ലാതെ നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ തിരിച്ച് അന്ധനായി വരുമ്പോൾ നിങ്ങൾ ചോദിക്കും അള്ളാഹുവിനോട്, ഞാൻ കാഴ്ച ഉള്ളവനായിരുന്നില്ല, എന്തിനാ അന്ധനാക്കിയത് എന്ന്. അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി എന്താ? നിങ്ങൾ എന്നെ മറന്നു, അതുപോലെ ഞാൻ നിങ്ങളെയും മറന്നു. നമ്മളെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവാണ് നമ്മളോട് പറയുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്നത് കൊണ്ട് ആ ഒരു രീതിയിലല്ല നിങ്ങൾ ഇത് എടുക്കേണ്ടത്. ഇത് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ജീവൻ നിലനിർത്തുന്ന, നമ്മളെ നാളെ കണ്ടുമുട്ടാനുള്ള, നമ്മളെ മരണത്തിൽ നമ്മളെ കണ്ടുമുട്ടുന്ന സൃഷ്ടാവ് നമ്മളോട് മുൻകൂട്ടി അറിയിച്ചു തരുന്ന ഒരു സത്യമാണ്. അപ്പം അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുക.